ചേട്ടൻ എന്തോ ഈ ചുണ്ടുകൾ ഇങ്ങനെ വിറയ്ക്കുന്നുള്ളൂ, നീ എന്തോ പറയാൻ ആഗ്രഹിച്ച പോലെ എന്തോ ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഞാൻ പറയുന്നത് ഈ 24-നെ കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ ഇറങ്ങിയൊരു സംരംഭം വലിയൊരു സംരംഭമായി മാറിയെന്ന് പറയാം. ഈ ലഹരിക്കാരെ നമ്മളെല്ലാവരും ഇപ്പം ഞാൻ അതല്ല, വേറെ എന്തോ ഒരു കുറ്റി കൊടുത്തും വെച്ചോരണം. ഞാൻ പറഞ്ഞ ഇൻട്രോ എന്ന് വെച്ചാൽ ഈ ഹാഷ്മി വന്ന പിന്നെ എനിക്ക് തോന്നുന്നു ഇതിലേക്ക് മുമ്പും കേട്ടിട്ടുണ്ട് വാർത്തകൾ ഇയാളുടെ വേറെ ചാനലുണ്ടാവും. പക്ഷേ ഹാഷ്മി 24-ൽ വന്ന ഒന്നൊരു എനർജറ്റി പിന്നെ ശ്രീകണ്ഠൻ നായർ പിന്നെ പറയാനില്ല. എവിടെ ഏത് ബൈക്കെടുത്ത് എവിടെ ഹാഷ്മിയുടെ ഇന്റർവ്യൂ കുറിച്ചൊന്ന് പറഞ്ഞാലേ ഒരു ഗുണം ഞാൻ പറയാം. ഹാഷ്മി കുറച്ച് കാലമായിട്ട് പാടുപെടുന്ന ഒരു കാര്യമുണ്ട്, ഭാര്യയുടെ മുമ്പിൽ ഒരു വെയിറ്റ് ഉണ്ടാക്കാൻ. അപ്പൊ ഇത് ചിലപ്പോ പോയിരിക്കും. ഹാഷ്മിക്ക് മൊത്തത്തിലൊരു വെയിറ്റ് ഉണ്ട്, മൊത്തത്തിൽ എന്റെ എത്രത്തോളം ഹൈറ്റ് ഉണ്ട്. അത് വലിയൊരു പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറ, ഇൻട്രോയുടെ കാര്യം. ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഇയാൾ ഇപ്പൊ നമ്മൾ വാർത്ത കേൾക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇയാളുടെ ഇൻട്രോ ആണെങ്കിൽ ഒരു കാര്യം ഒരു മിനിറ്റോളം നമ്മൾ നോക്കിയാണോ വായിക്കുന്ന അല്ലാന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അഭിലാഷ് ഹാഷ്മിയുടെ ക്ലോസ് വെച്ചോ, വിനയം കൊണ്ട് തല കുനിന്ന് നോക്കിക്കോ. അതെ, അത്രയ്ക്ക് നന്നായി ആ ഇൻട്രോ കേട്ട ഞാനത് പറഞ്ഞു. ഈ ഹാഷ്മിയുടെയും അതല്ല ശ്രീകണ്ഠൻ നായരും കൂടി ഇവരെ എന്റെ വേണ്ടെന്നേ വയസ്സായി. അതല്ല, എന്നാലും ശ്രീകണ്ഠൻ നായർ ഇതിന്റെ പ്രധാനം ശ്രീകണ്ഠൻ നായർ തന്നെയാണ്. അപ്പൊ നിങ്ങളിൽ ഇത്തരം ആൾക്കാരെ കൊണ്ട് ഡെവലപ്പ് ചെയ്ത് ഇത്രയും നല്ല കാര്യം പറഞ്ഞ ഇൻട്രോയെ കുറിച്ചൊക്കെ പറഞ്ഞ ചേട്ടനുണ്ടല്ലോ, ചേട്ടൻ നാവ് കൊണ്ടാകട്ടെ ഒരു പൂ തന്നെ. ഓക്കെ ചേട്ടാ, ചേട്ടന്റെ പേര് ചോദിച്ചല്ലോ. ചേട്ടന്റെ കൃഷ്ണകുമാർ എന്തോ ചേട്ടന്റെ പരിപാടി? ഞാൻ വ്യാപാരി തന്നെയാണ്, ചെറിയ ടെക്സ്റ്റൈലാണ്. ജോലിക്കട ജോലി വ്യാപാരം കൊടുക്കുന്നുണ്ടല്ലോ? കുഴപ്പമില്ല, നന്നായിട്ട് നടന്നു പോകുന്നു അല്ലേ? അപ്പൊ ചേട്ടന്റെ ജോലിക്കട പേര് വേണമെങ്കിൽ രഹസ്യമായിട്ട് പറഞ്ഞോളൂ. VKK എന്റെ പേര് തന്നെ. VKK അല്ലേ? VKK. ഇത് നേരിട്ട് ഓഫീസിൽ പോയി ബുക്ക് ചെയ്തതിൽ 10,000 രൂപ ബില്ലടിച്ചല്ലേ? ഓക്കെ, ചേട്ടൻ സന്തോഷമായിട്ട് പോകും. 10,000. ഇത് നമ്മുടെ അരുൺ പാറക്കലാണ്. അരുണേ, നമ്മുടെ കാസർഗോഡ് റിപ്പോർട്ടറാണ്, ഫയർ ബ്രാൻഡ് റിപ്പോർട്ടറാണ്. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? അടിപൊളിയല്ലേ? ജീവിതമൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ, കാസർഗോഡ് അടിപൊളിയല്ലേ? പിന്നെ വിവാഹിതനാണോ? വിവാഹിതനാണോ? ഇല്ല, അതിന്റെ ഒരു എനർജി ഉണ്ട് അല്ലേ? ഓക്കെ, ഉടനെ നമുക്ക് കല്യാണം ഉടനെ നടക്കും, ഡോണ്ട് വറി കേട്ടോ. ഓക്കെ, എന്തൊക്കെയാ വിശേഷങ്ങള്? പിന്നെ എന്റെ പേര് റസാഖെന്നാണ്. ഇവിടെ ലഹരി മരുന്നിന് ഏറ്റവും കൂടുതൽ പോരാതെ ഒരു ചെറിയ പയ്യനാണ് ഈ പയ്യനാണ്. ചേട്ടന്റെ പേരെന്താ? ചേട്ടന്റെ ഞങ്ങളുടെ സർവ്വ പിന്തുണയും ചേട്ടനുണ്ട് കേട്ടോ. ഈ ഇവിടുത്തെ ലഹരി മാഫിയയുടെ ഓപ്പറേഷൻ എങ്ങനെ പറഞ്ഞു? ഇവിടെ പൊതുവെ എന്ന് വെച്ചാൽ കുട്ടികളെ ചെറിയ കുട്ടികളെ ഇങ്ങനെ അത്യാവശ്യം ലഹരികൾ രാത്രിന്റെ ഉറവില് കഴിക്കുന്നത് ചെറിയ പോലെ ഉള്ളൂ. പിന്നെ കടകൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലേ? നിയന്ത്രിക്കാൻ പറ്റും. കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് നിരന്തരം ഇതില് കുട്ടികളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മള് കുട്ടികളെ വിട്ടുകൊടുക്കരുത് കേട്ടോ. യോമാര് ബലിത്തറ ഉണ്ടാക്കാൻ നടക്കുക, നമ്മൾ അവിടേക്ക് കുട്ടികളെ വിട്ടുകൊടുക്കണം. ഇതില് നിയമവ്യവസ്ഥയിൽ മാറ്റം വരാതെ കാര്യമായൊരു നമുക്ക് ഇതിലിപ്പം ഒരാൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ലൈസൻസ് കിട്ടിയ അവസ്ഥയാണ്. കാരണം അവരെടുത്ത ഹോൾസെയിൽ ഡീലറായിട്ട് മാറും. കാരണം ഇവിടെ ആരൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് അവരൊക്കെ ഇയാളെ കണക്ട് ചെയ്യും. അതാണ് ഇവിടുത്തെ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ നിയമത്തിന് പേടില്ല, ശിക്ഷ കൊടുക്കുന്നില്ല. ഏറ്റവും വ്യത്യാസം നല്ല ശിക്ഷ കൊടുക്കണം. പേരെന്താ? യൂസുഫ് അലി. കോടതിയിൽ ഒരു കേസ് കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ അങ്ങ് കേസ് കൊടുക്കാൻ വരണം. കാരണം എന്താ അറിയോ, ഈ നാർക്കോട്ടിക് നിയമങ്ങളൊക്കെ മാറ്റാറുണ്ട്. പിടിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം ഒരു 15 വർഷം ഇവിടെ കൊലനം നടക്കുന്നതാണെന്നില്ലേ അവർക്കറിയാം. പോലീസുകാർ പോലെ ധൈര്യത്തിൽ ഇടപെടാൻ പറ്റുന്നില്ല. അവരൊക്കെ ഇപ്പൊ ധൈര്യം വന്നിട്ടുണ്ടെന്നാ തോന്നുന്നത്. പോലീസാണ്. ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ നേരത്തെ നമ്മള് 3 വർഷം മുമ്പ് ഈ ക്യാമ്പയിന് ഒരാളെ മുമ്പോട്ട് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇതാ ചേട്ടൻ നേരത്തെ തന്നെ ഇറങ്ങിയായിരുന്നു അല്ലേ? ചേട്ടന്റെ പേരെന്താ? ഓക്കെ, ഇവിടെയോ? വാർത്തയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ പിന്തുണയുണ്ട്. പൂർണ്ണമായിട്ട് മദ്യത്തിന് അടിമയായിട്ടില്ല. തിരിച്ചു പിടിച്ചു. എത്ര കൊല്ലം മദ്യപിച്ചു? 25 കൊല്ലം മദ്യപിച്ചു. സുവർണ്ണ ജോലി ആഘോഷിച്ചു നിർത്തി. ഇപ്പൊ പുസ്തകം ഇറങ്ങി അന്ന് വാർത്ത ഓർമ്മയുണ്ട്. നന്മ സംഘടന പുസ്തകങ്ങളായിട്ട് ടീച്ചർ ഇവരെല്ലാം പുസ്തകം എഴുതിയിട്ടുണ്ടോ? എന്തുവാ പുസ്തകത്തിൽ രൂപങ്ങൾ? വേൽരൂപങ്ങൾ. യെസ് ഞാൻ ഓർമ്മിക്കുന്നു. അപ്പൊ അങ്ങയുടെ നന്മ മരം കുറച്ചു കാലം മരം പെട്ടുപോയി. പക്ഷെ ഇപ്പം അങ്ങയുടെ അനുഭവങ്ങൾ ഒരു പുസ്തകം കൂടെ എഴുതണം. ചേട്ടൻ അവിടെ താമസിക്കുന്നു. ചേട്ടന് നമ്മുടെ സപ്പോർട്ടെല്ലാം ഉണ്ട്, കട്ട സപ്പോർട്ടായിരിക്കും. അപ്പം വെറുതെ അല്ല നിങ്ങളെ നന്മ മരം എന്ന് വിളിക്കുന്നത് അല്ലേ? നന്മയുണ്ട്. 5 വർഷമായിട്ട് ഇവര് തെരുവ് കുട്ടികൾ ഭക്ഷണം കൊടുക്കുന്ന ഒരു ദിവസം പോലും മുടങ്ങാതെ ലോക്ക്ഡൌണില് പിണറായി വിജയൻ തുടങ്ങി സാമൂഹ്യ അടുക്കള തുടങ്ങുന്നതിന് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു ദിവസം മുടക്കിയിട്ടില്ല. ഇല്ല, 1000 പണം എവിടെ നിന്ന് കണ്ടെത്തും?
ഞങ്ങള് ഗ്രൂപ്പ് ഉണ്ട്. ഇന്ന് വരെ പബ്ലിക് ഫണ്ടിങ് നമ്മൾ ഉണ്ടായിട്ടില്ല. നിങ്ങൾ തന്നെ എടുക്കും അല്ലേ? വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ പറയും. സന്തോഷം. SK ചെറിയ കാര്യമില്ല. എന്താ പറഞ്ഞേ? ഇത് നന്മവരത്തിന്റെ ആളാണ്. അതാ നേരത്തെ ഹാഷ്മിയുടെ കാര്യം പറഞ്ഞ ചിരിച്ച പാർട്ടിയാണ്. റെഡി, ഓക്കെ, സന്തോഷം. നമ്മളെപ്പോഴും പറയും ഈ എന്താ ആർട്സ് ആൻഡ് സ്പോർട്സിനെ ഒക്കെ കുട്ടികളെ തിരിച്ചുവിടാത്തതാണ് പലപ്പോഴും ലഹരിക്ക് അടിമയാകാൻ കാര്യം. അതായത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തന്നെയാണ്, സംഘം എന്നാണ് പേര്. ഓക്കെ, നിങ്ങളെ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. ഇവരുടെയൊക്കെ മനോഹരമായ മുഖങ്ങൾ ഒന്ന് കാണിച്ചു കൊടുത്തത് നമ്മുടെ ലൈവായിട്ട് കാണിച്ചു. ലൈവായിട്ട് പൊക്കോട്ടിരിക്കുക കേട്ടോ. അമ്മ ഒന്ന് ചിരിച്ചേ. എല്ലാവരും ഒന്ന് ചിരിച്ചേ. നല്ല നല്ല. ഇനി നമ്മള് ഓക്കെ, നിങ്ങളൊക്കെ എന്താ മോളെ പേര്? ഓക്കെ, കലയും പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടോ? ഡാൻസ് ആണോ? ഏത് ഐറ്റം? കുച്ചിപ്പടി, ഭരതനാട്യം അല്ലേ? ഓക്കെ ചേട്ടാ, സന്തോഷം. ചേട്ടൻ്റെ പേരെന്താ? ചേട്ടൻ്റെ കലാപരിപാടി വല്ലതും ഉണ്ടോ? കലാപരിപാടിയൊന്നുമില്ല. ചേട്ടൻ്റെ ഈ സ്നേഹ പ്രകടനത്തിന് നന്ദി. ഓക്കെ, ശരിയല്ലേ? ഇതില് മറ്റൊരു ട്വിസ്റ്റ് കൂടെ ഉണ്ട്. ഇവരുടെ 50-ാം വാർഷികമാണ്. അതുകൊണ്ട് നോക്കണമല്ലോ. 50 വർഷമായി. 50 വർഷമായി. അപ്പൊ നിങ്ങൾ രജത ജൂബിലി അല്ലേ? സുവർണ ജൂബിലി. സുവർണ ജൂബിലി എത്ര വർഷത്തിലാ? 50. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അത് രജത ജൂബിലി 25-ാം വർഷം, മറ്റേ സുവർണ ജൂബിലിയാണ് 50-ാം കൊല്ലം. നിങ്ങൾ എന്നെ ഉറപ്പിക്കണത് ഏതാന്ന്? ഞാൻ ഉറക്കെ ചോദിക്കാം. ഉറപ്പിക്കുവോ? റെഡി റെഡി. അപ്പൊ നമുക്ക് ഒരേ ഒരു വാർത്ത. നിങ്ങളുടെ പേര്? ജയരാജൻ. മനസ്സിലായില്ല. ലീവിലാണ് ഇപ്പൊ. ലീവിൽ അതിന് പറ്റി? പുസ്തകം വായിക്കാൻ വേണ്ടി. പുസ്തകം വായിക്കാൻ വേണ്ടി ലീവ് എടുക്കുന്നത് ലഹരിക്ക് പോരാടേണ്ട സമയമാണ്. പോരാട്ടം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാ? ഇവിടെ പ്രത്യേക ഈ ഭാഗത്ത് അങ്ങനെ പൊതുവെ അങ്ങനെയില്ല. കാസർഗോഡിന്റെ വടക്കൻ മേഖലയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. അല്ല, തെക്കൻ മേഖലകളിൽ വലിയ പ്രശ്നമില്ല. വടക്കൻ മേഖലയിൽ മംഗലാപുരത്തോട് ചേർന്ന് നടക്കുന്ന പ്രദേശത്താണ് പ്രധാനമായിട്ടും ഈ മയക്കുമരുന്നും അതുപോലെ കഞ്ചാവും മറ്റുള്ള സാധനങ്ങളിൽ വ്യാപകമായിട്ട് വരുന്നത്. ഈ MDMA പോലുള്ള അപകടം പിടിച്ച സാധനങ്ങൾ ഇവിടെ ഉണ്ടോ? ഈ ഭാഗത്തുണ്ട്, പക്ഷെ ഈ ഭാഗത്ത് വളരെ കുറവാണ്. പക്ഷെ ഇതിന്റെ കൂടുതലും കാണുന്നത് വടക്കൻ മേഖല മംഗലാപുരത്തോട് പിടുത്തം നന്നായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ നമ്മളെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനത്തിന് അവരെ ഈ മയക്കുമരുന്ന് കടത്തുന്നവരെ അത്രയും സജ്ജീകരണം നമുക്കില്ല. ഒരു പ്രശ്നമുണ്ട്. കുറച്ച് ദിവസം അങ്ങ് പുസ്തകം വായിക്കണ്ട, കടുത്ത പ്രശ്നമായത് ഒരു തീരുമാനമാക്കിയിട്ട് അല്ലെങ്കിൽ ഇവന് വായിച്ചിട്ട് കാര്യമില്ല. വായിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വല്ലതും കത്തിയും കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അങ്ങ് എല്ലാ ആശംസകളും. നിങ്ങളിലാണ് നമ്മുടെ പ്രതീക്ഷ. എക്സൈസും പോലീസും എൻഫോഴ്സ്മെന്റ് നടപ്പാക്കണം. ബാക്കി പ്രചാരണം നമ്മൾ ചെയ്തോളാം. ഓക്കെ, താങ്ക് യു.